നമസ്കാരം എല്ലാ കുട്ടികൾക്കും. ഗിരീഷ് സാറാണ്. ക്രിസ്മസ് പരീക്ഷ ഇനി നമ്മൾ +1 +2 കുട്ടികൾ ഏറ്റവും കൂടുതൽ കരുതൽ വേണ്ട പരീക്ഷ എപ്പോഴും ക്രിസ്മസ് പരീക്ഷ തന്നെയാണ്. ക്രിസ്മസ് പരീക്ഷ ഡിസംബർ 8 മുതൽ 18 വരെയാണ്. ഇതിൻ്റെ ഒഫീഷ്യലായിട്ട് ഇതിൻ്റെ സിലബസ് പുറത്തു വന്നില്ലെങ്കിലും ഏകദേശം ഒരു കരട് രൂപരേഖയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ തയ്യാറാക്കുന്ന രീതിയിലൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും ഗവൺമെൻറ് ആണ് ക്വസ്റ്റ്യൻ ഇടുന്നത്, സ്കൂൾ ടീച്ചേഴ്സ് അല്ല. അതുകൊണ്ടൊരു മോഡൽ ഒരു പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. പബ്ലിക് എക്സാമിൻ്റെ മോഡലാണ് ക്രിസ്മസ് പരീക്ഷ. അതുകൊണ്ട് കുട്ടികൾ നല്ല തയ്യാറെടുപ്പോടുകൂടി തന്നെ പരീക്ഷയെ സമീപിക്കണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പുത്തനായിട്ടുള്ള കറക്റ്റായിട്ടുള്ള ക്രെഡിബിലിറ്റിയുള്ള ജെന്യുവിനിറ്റിയുള്ള അപ്ഡേറ്റ്സ്, സത്യസന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുന്നതായിരിക്കും. അന്നേരം ഏതൊക്കെയാണ് സിലബസ്, എത്ര ചാപ്റ്ററുകൾ പഠിക്കണം, +2 +1 പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാം. +2 ഫിസിക്സ് ആദ്യത്തെ 10 ചാപ്റ്ററുകൾ വരെ പഠിക്കേണ്ടി വരും. ഏകദേശം ഒരു രൂപമാണ് പറയുന്നത്. ആദ്യത്തെ 10 ചാപ്റ്റർ എന്ന് പറയുന്നത് ഫസ്റ്റ് ചാപ്റ്റർ മുതൽ പഠിക്കണം. ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് മുതൽ മാഗ്നറ്റിക് എഫക്ട്സ് വരെയായിരുന്നു ഓണപരീക്ഷ. അത് കഴിഞ്ഞ് മാഗ്നറ്റിസം കൊണ്ട് ഇലക്ട്രോമാഗ്നറ്റിക് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, ഈ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, വേവ് ഒപ്റ്റിക്സ്. ഇത് നിസ്സാരമല്ല, 10 ചാപ്റ്റർ പഠിക്കണം. ആദ്യത്തെ ഫസ്റ്റ് ടൈമിൽ നിന്ന് 30%, സെക്കൻഡ് ടൈമിൽ നിന്ന് 70% മാർക്ക്. അന്നേരം ഫസ്റ്റ് ടൈമിൽ നിന്നും മാർക്ക് ഡിവിഷൻ ഉണ്ട് എന്നുള്ളതാണ്. അന്നേരം അതാണ് ഫിസിക്സ്. കെമിസ്ട്രി ഏകദേശം ഒരു 7-8 ചാപ്റ്റർ വരെ ഏകദേശം കാണാം. 8 ചാപ്റ്റർ എന്ന് പറയുന്നത് ഏകദേശം കെമിസ്ട്രിയുടെ ഒരു 90% ഫിസിക്സ് ഏകദേശം 90%. മാത്സ് 12 ചാപ്റ്റർ വരെ ഉണ്ടെന്നാണ് പറയുന്നത്. സെക്കൻഡ് ഇയർ 12 ചാപ്റ്റർ. അന്നേരം +2 വളരെ കാര്യമായി പഠിക്കുക, സന്തോഷിക്കാൻ വരണ്ട. +1 ഉണ്ട് പണി. +1 9 ചാപ്റ്ററോ 10 ചാപ്റ്ററോ ആയിരിക്കാം +1. 9 ചാപ്റ്റർ എന്ന് പറയുന്നത് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് ആണ്. അടുത്ത ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് തുടങ്ങുമെന്നാണ് പറയുന്നത്. പക്ഷേ പല സ്കൂളുകളിലും ഇതിൻ്റെയൊക്കെ പോർഷൻ്റെ നിങ്ങൾക്ക് കമൻറ്റ് ഇടാം, 4 പോലും ആയിട്ടില്ല. പിന്നെ മാത്സ് 12 ചാപ്റ്ററോളം ഉണ്ട്, കെമിസ്ട്രി 8 ചാപ്റ്ററോളം ഉണ്ടെന്ന് പറയുന്നു. അന്നേരം എല്ലാത്തിനെയും സിലബസ് കൂട്ടി കാണാം. അന്നേരം നമ്മൾ പഠിച്ചില്ലെങ്കിൽ, ഒപ്പത്തിനൊപ്പം പോയില്ലെങ്കിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തില്ല. അന്നേരം പരമാവധി ഈ പറഞ്ഞ പോലെ ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നോ, ഇപ്പോൾ ഓഫ്ലൈനായിട്ട് പഠിക്കാൻ പറ്റുന്നോ, ഓൺലൈനായിട്ട് വീഡിയോസ് കണ്ട് പഠിക്കാൻ പറ്റുന്നോ, കണ്ട് പഠിച്ച് മുന്നോട്ട് പോവുക. അല്ലാതെ നമുക്ക് മാർക്ക് മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ ഇന്റേണൽ മാർക്കിനെ അത് ശരിക്കും അഫക്റ്റ് ചെയ്യും. അന്നേരം ക്രിസ്മസിന് ഏകദേശം ഒരു ധാരണ വെച്ച് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വീഡിയോസും ഒക്കെ അടുത്ത ദിവസങ്ങൾ മുതൽ അപ്ലോഡ് ചെയ്യും. നേരത്തെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വരെ നോക്കിയിരിക്കത്തില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും മാത്സിൻ്റെയും എല്ലാത്തിൻ്റെയും വിഷയങ്ങളുടെയും വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. കാണുക. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പുത്തനായിട്ടുള്ള അടിപൊളി വീഡിയോസും ഷുവർ ക്വസ്റ്റ്യൻ വീഡിയോസും അതിൻ്റെ ആൻസേഴ്സും ഒക്കെ വരും. പ്രാക്ടിക്കൽസിൻ്റെ എല്ലാ സബ്ജക്റ്റിൻ്റെയും പ്രാക്ടിക്കൽസിൻ്റെ വീഡിയോസും വരും. അന്നേരം തയ്യാറെടുക്കുക, നല്ലതുപോലെ പഠിക്കുക ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടി.